എനിക്കുണ്ടായ എല്ലാ വേദനയും ആ തൃശ്ശൂല് കാരണം മാത്രം ഉണ്ടായതാ. എന്തിനാ എന്നിങ്ങനെ അവൻ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നേ? അവനീ കത്തിലെഴുതിയതൊക്കെ സത്യമായിരിക്കോ? അവന്റെ ജീവൻ ഇനി എന്തെങ്കിലും അപകടം വരുത്തി വെക്കോ? ഇനി എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇല്ല, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഞാൻ തൃശ്ശൂരിൽ അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റൂ. അവൻ എവിടെ പോയേക്കാണെന്ന് കണ്ടുപിടിക്കണം. കണ്ട ഉടനെ മുഖത്ത് 4 അടി വെച്ചു കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരണം. എല്ലാവരുടെയും മുന്നില് ഞങ്ങളുടെ ജീവിത രഹസ്യം തുറന്നു പറയണം. എന്നിട്ട് ഞാൻ തന്നെ ഈ താലിയിൽ നിന്ന് മോചിതയാകും. ആ, അതാ ചെയ്യേണ്ടത്. ആദ്യം അവനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അവിടെ ചെന്ന് അവനെ തിരികെ കൊണ്ടുവരണം. പക്ഷെ അവൻ എവിടെ പോയിന്ന് അറിയില്ലെന്നാണല്ലോ ഞാൻ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാരും കാണുക ഇറങ്ങിപ്പോയാ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അവരെല്ലാരും ചോദിച്ചോണ്ടേയിരിക്കും. എന്താ ചെയ്യാ? മനുഷ്യരൂപത്തിൽ എന്തായാലും എനിക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ പറ്റില്ല. ആ, ഇപ്പൊ ഞാൻ നാഗരൂപം സ്വീകരിച്ചേ പറ്റൂ. അവൻ മരിക്കാൻ പോകണമെന്ന് പറഞ്ഞത് ഈ സ്ഥലത്ത് വെച്ചല്ലേ? എന്നിട്ട് അവനെവിടെ? തൃശൂൽ, 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 എവിടെയാ നീ? ഇവൻ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എവിടെ പോയതാ? നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ എനിക്ക് 3 ദിവസത്തെ സമയം തന്നു. ആ സമയത്തിനുള്ളിൽ നിനക്ക് എന്നോട് പ്രണയം തോന്നിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ കത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ അവനിനി എന്തെങ്കിലും... അയ്യോ മഹാദേവ! തൃശൂൽ, 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 തൃശൂലിനി ഇവിടെ നിന്ന് താഴേക്ക് ചാടിക്കാണോ? അവന്റെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റിക്കാണോ? അയ്യോ മഹാദേവ, എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്താ ചെയ്യണ്ടേ? ഇല്ല, അവൻ എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാ. അല്ലെങ്കിൽ അവൻ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യം. ഇപ്പോഴും അത് തന്നെയായിരിക്കും കാണിച്ചോണ്ടിരിക്കുന്നത്. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. തൃശൂൽ, വെറുതെ എന്നെ കളിപ്പിക്കാൻ നിൽക്കണ്ട. എവിടെ ഒളിച്ചിരുന്നാലും പുറത്തേക്ക് വാ. എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടേ. വീട്ടിലെല്ലാരും എന്നോട് ചോദിച്ചോണ്ടിരിക്കുക തൃശൂൽ. നീ ഇങ്ങനെയൊക്കെ കാണിച്ച ഞാൻ എന്താ അവരോട് ഉത്തരം പറയേണ്ടത്? നിനക്ക് എല്ലാ കാര്യവും ഇങ്ങനെ വെറും കുട്ടിക്കളി മാത്രം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് തൃശൂൽ. നീ ആ പരിധിയൊക്കെ ലംഘിച്ചുകൊണ്ടിരിക്കുക. എന്റെ ക്ഷമ നീ പരീക്ഷിക്കല്ലേ തൃശൂൽ. എവിടെയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വാ. പുറത്തിറങ്ങി വാ തൃശൂൽ. തൃശൂൽ, തൃശൂൽ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി കേട്ടിട്ടും നീ വരാത്തതാണോ? നോക്ക്, നീ ഇനിയും വന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വേറെയാ തൃശൂൽ. തൃശൂൽ, ഞാൻ എത്ര തവണ വിളിച്ചിട്ട് ഇവൻ എന്താ പുറത്തേക്ക് ഇറങ്ങി വരാത്തത്? അപ്പൊ തൃശൂൽ ഇല്ല. മഹാദേവ, തൃശൂരിലൊന്നും സംഭവിക്കാതിരുന്നാ മാത്രം മതി. എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി ഒന്ന് നോക്കിയാലോ?
തൃശൂൽ, നീ ഇത് എവിടെയുള്ളത്? ഇവൻ എന്തിനാ എന്നിങ്ങനെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചോണ്ടിരിക്കുന്നെ? എന്റെ ജീവിതം ഇപ്പൊ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നീ ആയിട്ട് അത് കൂടുതൽ നശിപ്പിക്കല്ലേ തൃശൂൽ. എവിടെയാണെങ്കിലും ഒന്ന് തിരിച്ചു വാ തൃശൂൽ. തൃശൂൽ, തൃശൂൽ. ഇത്രയും വർഷമായി എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ഇന്ന് ഞാൻ ചെയ്തു തീർത്തിരിക്കുന്നു. ഇന്നു മുതൽ ശിവാനിയും തൃശൂലും ഒരു കാരണവശാലും ഒന്നാകാൻ സാധ്യതയില്ല. ത്രിവിക്രം, എപ്പോഴും ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് നീ കുത്തി കുത്തി പറയുമായിരുന്നല്ലോ. ഇന്നിത് കാണാൻ നീയും ഉണ്ടാവണമായിരുന്നു. ഇപ്പോൾ ശിവാനിയുടെയും തൃശൂലിന്റെയും ഇടയിൽ വലിയ അകൽച്ച തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. തൃശൂലിന്റെ കാര്യം ഇതിനോടകം തീർന്നിട്ടുണ്ടാവും. ശിവാനി വീട്ടില് സമാധാനമായിട്ടിരിക്കട്ടെ. ഇതിനെക്കുറിച്ചൊരു സൂചന പോലും അവൾക്കൊരിക്കലും കിട്ടരുത്. കിട്ടാനുള്ള സാധ്യതയുമില്ല. ഈ മായാങ്കനയുടെ ശക്തിക്ക് മുന്നിൽ എല്ലാം നിഷ്പ്രഭമാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാനാണ് അജയ്യ. ഞാൻ മാത്രമാണ് ശക്തിശാലി. അയ്യോ തൃശൂൽ, തൃശൂൽ എന്താ പറ്റിയേ? തൃശൂൽ, തൃശൂൽ കണ്ണു തുറക്ക്. തൃശൂൽ, തൃശൂൽ സംസാരിക്കേ. തൃശൂൽ എന്നെ ഒന്ന് നോക്ക്. തൃശൂൽ, തൃശൂൽ, തൃശൂൽ. നീ ഇങ്ങനെ നിന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല തൃശൂൽ. നീ എഴുതിയ കത്ത് കണ്ടപ്പോ നീ എന്നെ വെറുതെ പറ്റിക്കായിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. എന്നാ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് തൃശൂൽ? എന്തിനാ തൃശൂൽ ഇങ്ങനെ ചെയ്തത്? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? 3 ദിവസം കൊണ്ട് എന്റെ മനസ്സിൽ പ്രണയം വരുത്തിക്കുമെന്ന് വാശി കാണിച്ചവൻ ഇപ്പൊ ജീവിതത്തിന്റെ പന്തയത്തില് തോറ്റുപോയിരിക്കുകയാണോ? ജീവിതം ഈ രീതിയിൽ അവസാനിപ്പിക്കാനുള്ള തോന്നൽ നിനക്ക് എങ്ങനെയുണ്ടായി തൃശൂൽ? എന്റെ ഭർത്താവായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കാം. എനിക്ക് നിന്നോട് പ്രണയവും തോന്നിയില്ലായിരിക്കാം. പക്ഷെ ഒരു നല്ല സ്നേഹിതനായിട്ട് നീ എന്റെ കൂടെ വേണം തൃശൂൽ. എനിക്ക് നിന്നെ വേണം. ഞാൻ സ്നേഹിച്ചത് വേറൊരാളെയാ. ആ പ്രണയം ഇന്ന് തുടങ്ങിയതല്ല. അതൊന്നും നിന്നോട് പറയാനുള്ള ഒരു സാഹചര്യം എനിക്കില്ലാതായി പോയി തൃശൂൽ. അത് നീ മനസ്സിലാക്കുന്നതിന് മുൻപ് ഇങ്ങനൊരു തീരുമാനം നീ എടുത്തു കളഞ്ഞല്ലോ തൃശൂൽ. എന്നെ ഒന്ന് നോക്ക് തൃശൂൽ. 3 ദിവസമല്ല, ഇനിയും ഞാൻ 100 ദിവസം തരാം. നീ ശ്രമിച്ചോ. പക്ഷെ ഒന്ന് നോക്ക് തൃശൂൽ, എന്നെ ഒന്ന് നോക്ക്. എനിക്ക് ഇത്രയും ദുർബലമായ ഒരു മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതിനു മുമ്പ് ഞാൻ നിന്നെ എത്ര തവണ വഴക്ക് പറഞ്ഞിരിക്കുന്നു. അന്നൊന്നും ഇങ്ങനെയൊന്നും കാണിക്കാതിരുന്ന നീ ഇപ്പൊ എന്താ ഇങ്ങനെ കാണിച്ചിരിക്കുന്നെ? എന്റെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവരെല്ലാം ഓരോരുത്തരെയും എനിക്ക് നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. വീരനും ശൂരനും പോയി, നീലി എന്നെ വിട്ടു പോയി. ഇപ്പൊ നീയും ഇല്ല. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല തൃശൂൽ. ജീവിതം മുഴുവൻ എന്റെ സ്നേഹിതനായി, എന്റെ ആത്മാർത്ഥ സുഹൃത്തായി നീ എന്റെ കൂടെ തന്നെ വേണം തൃശൂൽ. നിന്റെ കൂടെ എനിക്ക് ജീവിതം തുടങ്ങാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നല്ലൊരു കൂട്ടുകാരിയായി എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ദയവേത് എണീക്ക് തൃശൂൽ, ഒന്നെന്നെ നോക്ക്. അയ്യോ, ഒരുപാട് രക്തം പോകുന്നുണ്ടല്ലോ. എല്ലാം എന്റെ തെറ്റ. 3 ദിവസത്തെ പന്തയത്തിന് ഞാൻ തയ്യാറാവാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിനെല്ലാം കാരണം ഞാൻ ത്രിവിക്രമനെ സ്നേഹിച്ചതും അവനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും ഒക്കെ എല്ലാം നിനക്കറിയാവുന്നതല്ലേ. എന്നിട്ടും ബലമായി നീ താലി കെട്ടി. ആയിക്കോട്ടെ, പക്ഷെ ബലമായിട്ട് നമുക്ക് സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അത് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു തൃശൂൽ. മഹാദേവ, എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? തൃശൂൽ എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? എന്റെ പ്രണയം മറ്റൊരാളോടാണെന്നുള്ള സത്യം അറിഞ്ഞിട്ട് പോലും എന്തിനാണ് ഇവൻ എന്നെ സ്നേഹിക്കാനുള്ള മനസ്സ് നീ കൊടുത്തത്? അങ്ങേക്കെങ്കിലും ഇവനൊന്ന് തടയാമായിരുന്നില്ലേ? പറ. എഴുന്നേൽക്ക് തൃശൂൽ.
ദേവേദനൊന്ന് നോക്ക് തൃശൂൽ. തൃശൂൽ നോക്ക്, എന്നെ നോക്ക് തൃശൂൽ, ഒന്ന് നോക്ക്. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇവനെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഏതെങ്കിലും ശക്തി പ്രയോഗിക്കാന്ന് വെച്ചാ എന്റെ ഒരു ശക്തിയും പ്രവർത്തിക്കുന്നില്ല. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവാന്ന് വെച്ചാ വീട്ടിലുള്ളവരെല്ലാം നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കില്ലേ? അവരെ കാണിക്കാതെ നിന്നെ രക്ഷിച്ചെടുക്കാൻ എനിക്കിപ്പോ പറ്റില്ല തൃശൂൽ. എന്താ ചെയ്യാ? എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? ഇല്ല, നിന്നെ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. അവരെല്ലാരും എന്തൊക്കെ തന്നെ ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ രക്ഷിച്ചെടുക്കും. ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും തൃശൂൽ. ശിവാനി, 23 വർഷങ്ങളായിട്ട് എനിക്ക് ആദിശേഷനെ നഷ്ടപ്പെട്ടതിന്റെ എത്ര വേദന അനുഭവിച്ചെന്നറിയാമോ? ആ വേദന നിനക്ക് മറിയുന്ന ദിവസം ഇങ്ങ് അടുത്തു. നിനക്കവനെ ഇന്ന് പൂർണ്ണമായും നഷ്ടപ്പെടുന്നതായിരിക്കും. അവൻ എവിടെയാണെന്ന് അറിയാനോ അവനെ പുനർജനിപ്പിക്കാനോ ഒരു ചെറിയ സൂചന പോലും നിനക്ക് ലഭിക്കുകയില്ല. ഒരുപക്ഷെ കിട്ടിയാലും അവനെ പുനർജീവിപ്പിക്കാൻ നിന്റെ ഒരു ശക്തി കൊണ്ടും സാധിക്കുകയില്ല. എന്റെ ശക്തി തന്നെ അതിന് വേണം. ഇന്നു മുതൽ അവൻ നിന്റെ മുന്നിൽ ചേതനയറ്റ ശരീരം മാത്രം. ശിവാനി, നിന്നെ എനിക്കിപ്പോ കാണണം. നിന്റെ അടുത്ത് വന്നിരുന്ന് നീ വിഷമിക്കുന്നത് കണ്ടെനിക്ക് സന്തോഷിക്കണം. ഇപ്പോൾ തന്നെ വരാം ശിവാനി. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും എന്റെ വിജയത്തിന് മേൽ വീഴുന്ന പുഷ്പമാലയാ. അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നേരം കൊച്ചുമോനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് തേടി നടക്കുമായിരുന്നു. ഇപ്പൊ ഈ വീട്ടിലെ മരുമോളെയും കാണാതായിരിക്കാം. അല്ല, അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഈ വീട്ടിലെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോ കൃത്യസമയത്ത് ദൈവം മരുമോളെയും കാണാതായിരിക്കില്ലേ? ഇതാണ് ഇവിടത്തെ അവസ്ഥ. ഗോവിന്ദ, ഈയിടെയായിട്ട് നിന്റെ വർത്തമാനത്തിന് ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഉള്ള കാര്യം പറയുമ്പോ നിങ്ങൾക്കാർക്കും പിടിക്കത്തില്ലല്ലോ. ഇപ്പൊ അളിയൻ ഉണ്ടാവണായിരുന്നു ഇവിടെ, അപ്പൊ കാണായിരുന്നു കളി. മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് നിർത്തിയിട്ട് ശിവാനി എവിടെ പോയെന്ന് അറിയേണ്ടതാണ് ഇപ്പൊ പ്രധാനം. വീണമോളെ, ശിവാനി നിന്നെ വിളിക്കുവല്ലതും ചെയ്തോ? ഏടത്തി ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നേ. അയ്യോ, ഇത് വല്ലാത്തൊരു കഥയാണല്ലോ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കാണെങ്കിൽ വീട്ടിലിരിക്കുന്നവരുടെ സങ്കടം അറിയാനേ കഴിയില്ല. ഛേ, എന്തൊരു കഷ്ടം എന്റെ ഈശ്വര. മായ ചേച്ചി വരുന്നുണ്ട്. മായമോളെ വരൂ, വന്നിരിക്കെ. സാരമില്ല, ഞാൻ ശിവാനി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. അവളെവിടെ? റൂമിലാണോ ഉള്ളത്? ആഹാ, ഇപ്പൊ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. കൃത്യസമയത്താ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവരും അവളെ കാണാത്തതിന്റെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ നീ അവളെ തേടി വന്നിരിക്കുക. ആ, കയറുവാ. ഞങ്ങൾ അടിക്കുന്ന ടെൻഷൻ നിങ്ങൾക്കും കുറച്ച് ഷെയർ ചെയ്ത് തന്നേക്കാം. എന്താ, ശിവാനി ഇവിടെ വീട്ടിലില്ലെന്നോ? ഇല്ല മോളെ, അവള് വീട്ടിലില്ല. എങ്ങോട്ടാണ് പോയത്? അറിയില്ല. ഐ ഗസ് തൃശൂൽ ബ്രോ പുറത്തേക്ക് പോയിരുന്നു. ഏടത്തി അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്നാ തോന്നുന്നത്. എന്തേ പറയുന്നത്? തൃശൂലിനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി അവള് പോയതാന്നോ? അങ്ങനെയാണെന്നാ ഞങ്ങളും കരുതുന്നത്. മോൾക്ക് എന്ത് പറ്റി ഇത്ര ടെൻഷൻ? ടെൻഷനോ? ഇല്ല, അത് നിങ്ങക്ക് തോന്നുന്നതായിരിക്കും. ശിവാനി തൃശൂലിനെ തേടി പോയതാണോ? അവൻ പോയ സ്ഥലം ഇവളറിയാൻ എങ്ങനെയാണ് സാധ്യത? ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളാ, കണ്ണേറ് കിട്ടും. പുറത്ത് കറങ്ങി നടക്കാതിങ്ങി വരാൻ പറയാന്ന് വെച്ചാ വിളിച്ചിട്ടോട്ട് ഫോണും കിട്ടുന്നില്ല. ഫോണെന്നല്ല, ആള് തിരഞ്ഞു പോയാലും നിങ്ങൾക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല. അവന്റെ കഥ കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായി. അവന്റെ ശരീരം പോലും നിങ്ങൾക്ക് കിട്ടില്ല. മുത്തശ്ശി, ഏടത്തി വന്നു. ദേഹത്ത് മുഴുവൻ രക്തമാണല്ലോ. എന്തു പറ്റി മോനെ നിനക്ക്? ശിവാനി, എന്തു പറ്റി എന്റെ കൊച്ചുമോന്?
അങ്കളെ ആദ്യം ബ്രോനെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്ത്. തൃശൂൽ തൃശൂൽ മോനെ നിനക്ക് എന്താ പറ്റിയത്? തൃശൂൽ മോനെ എണീക്കട. മോനെ എന്താണ് നിനക്ക് പറ്റിയത്? എന്താ നിന്റെ ദേഹം മുഴുവൻ രക്തം? തൃശൂർ എന്താ പറ്റിയത്? എന്താ മോനെ നിനക്ക് സംഭവിച്ചേ? തൃശൂർ ശിവാനി, ഇവനത് എന്താ പറ്റിയ? അല്ല, തൃശ്ശൂല് കണ്ണു ഓർക്കുന്നില്ലല്ലോ. നോക്കി ഇവനൊരു അനക്കം പോലും ഇല്ല. ശിവാനി വാ തുറന്ന് പറയ, എന്റെ മോൻ എന്താ സംഭവിച്ചത്? പറ മോളെ, കാല് തെറ്റി വീണതാണോ അതോ ആക്സിഡന്റ് ആയോ? കാര്യം എന്താന്ന് വെച്ചൊന്ന് പറയുന്നേ. എനിക്കറിയില്ല. എങ്ങോട്ടേക്കാ പോയതെന്ന് ചോദിച്ചപ്പം അറിയില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ നിങ്ങൾ തന്നെയല്ലേ ഇവനിപ്പോ കൂട്ടിക്കൊണ്ടു വന്നത്? ഇവനാണെങ്കി ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിലും ആണല്ലോ. എന്നിട്ടും അറിയില്ലെന്ന് പറഞ്ഞാ എന്താ എന്റെ അർത്ഥം? ശിവാനി, ഞങ്ങളൊന്നും പറയില്ല മോളെ. അവിടെ എന്താ സംഭവിച്ചെന്നെങ്കിലും ഒന്ന് പറ. എന്റെ കൊച്ചുമോന് എങ്ങനെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്? അത് തൃശൂൽ അവിടെ ഒരു കൊക്കയിലേക്ക് വീണത്. എന്ത്? കൊക്കയിലേക്ക് വീണുന്നോ? അതെങ്ങനെ സംഭവിച്ചു?